ഇതിനകം സഹമത്തിന്റെ പാകിസ്ഥാനിലെ ജീവിതം അപകടഘട്ടത്തിലേക്ക് കടന്നിരുന്നു. സെയ്ദ് കുടുംബത്തിന്റെ ഏറ്റവും വിശ്വസ്ത സഹായിയായിരുന്ന അബ്ദുലിന് സഹമത്തിൽ ചില സംശയങ്ങൾ ഉടലെടുത്തു. ഒരു ട്രക്ക് ഇടിച്ചു കയറ്റിയ സഹമത്ത് അയാളെ വകവരുത്തി. ഭർത്താവ് ഇക്ബാൽ സെയ്ദിനും അവളുടെ പ്രവർത്തനങ്ങളിൽ സംശയം തോന്നി. അതോടെ അവളുടെ സംരക്ഷകരായ റോ ഉദ്യോഗസ്ഥർ ഇക്ബാലിനെ കൊന്നു. ഇക്ബാലിന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നുകൊണ്ടായിരുന്നു അവൾ ആ മരണത്തിന് സാക്ഷ്യം വഹിച്ചത്. നേരത്തെ സഹമത്ത് കൊന്ന അബ്ദുലിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയ മെഹബൂബ് സെയ്ദിനെ, അതായത് ഇക്ബാലിന്റെ സഹോദരി ഭർത്താവിനെ, സഹമത്ത് ആസൂത്രിതമായി വധിച്ചു. തന്റെ കൈകൊണ്ട് ചെയ്ത 2 കൊലപാതകങ്ങൾ അവളെ മാനസികമായ ആഘാതത്തിലേക്ക് നയിച്ചു. മാത്രമല്ല, ഗർഭിണിയായ സഹമത്തിന്റെ ആരോഗ്യവും മോശമായി. സഹമത്ത് വിഷാദാവസ്ഥയിലേക്ക് നീങ്ങാൻ തുടങ്ങി. ഇതോടെ റോ സംഘം അതിവിദഗ്ധമായ ഓപ്പറേഷനിലൂടെ സുരക്ഷിതമായി സഹമത്തിനെ ഇന്ത്യയിൽ തിരിച്ചെത്തിച്ചു. ഈ ധീരദേശസ്നേഹിയുടെ ജീവിത പോരാട്ടത്തിന്റെ കഥ ഇന്ത്യൻ ജനത അറിഞ്ഞത് 37 വർഷങ്ങൾക്ക് ശേഷം 2008 മാത്രമായിരുന്നു. നേവി മുൻ ഉദ്യോഗസ്ഥനായിരുന്ന ഹരീന്ദർ സിഖ് എഴുതിയ കോളിംഗ് സഹമത്ത് എന്ന നോവലിലൂടെ.